വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോ അമ്മയും മോനുമായിട്ട് തോന്നിയോ ആദ്യമേ പെങ്ങളുമായിട്ട് തോന്നിയോ? ഇല്ലല്ല. നിങ്ങൾക്ക് എന്താ അപ്പൊ ആ സമയത്ത് ഞങ്ങള് തോന്നിയ സംഭവം അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയാം. കുറച്ചൊക്കെ ചോദിക്കോ ക്ഷമേ? മൈക്കില്ല ഇതിന്റെ അടുത്തുണ്ട്. അതെ, പക്ഷെ അത് കണ്ടൊരു കാര്യമില്ല. നീ പറഞ്ഞോ. ഷെമിന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ ആൻസർ പറയോ? ഓക്കെ. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോ അമ്മയും മോനുമായിട്ട് തോന്നിയോ ആദ്യമേ പെങ്ങളുമായിട്ട് തോന്നിയോ? ഇല്ലല്ല. നിങ്ങൾക്ക് എന്താ അപ്പൊ ആ സമയത്ത് ഞങ്ങള് തോന്നിയ സംഭവം എന്താ വെച്ചാല് പറഞ്ഞ കുഴപ്പമില്ല. എന്തെന്നാ അല്ല കുഴപ്പമില്ല. അതെ അതെ, പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞു സത്യം പറഞ്ഞാല് ഈ ഒരു സംഭവം നിങ്ങളൊരു ഇന്റർവ്യൂ എന്തോ കണ്ടിട്ടാണ്, എന്തോ ഒരു സംഭവത്തിലാണ് നിങ്ങളെ അക്കൗണ്ടിൽ വന്ന് നോക്കണത്. പിന്നെയാണ് എന്താണ് നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളതൊക്കെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് നിങ്ങളെ ഏതൊരു റീലോ എന്തോ സംഭവം കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ പിന്നെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ ചോയ്സാണ്. ഇപ്പൊ ഇന്റെ ഒരു ചോയ്സ് ആയിരുന്നു ഇവള്, അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ്. ഇവക്ക് അന്തല്ല, തലച്ചോറുള്ള, സൗന്ദര്യമില്ല, ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അതേപോലെ നീ എന്താ ഇവരെ കെട്ടാനും ഇവർക്ക് ഒരു ബുദ്ധിയില്ലാത്തൊരു ചക്കര കെട്ടാനും ഒരു തന്റേടുണ്ടല്ലോ. അത് നമ്മള് ലൈഫ് വൈബ് അത്രേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡിങ്, അതായത് നല്ല സൗന്ദര്യം, നല്ല പ്രായം, കറക്റ്റ് പ്രായമുള്ള ഫാമിലീസ് ഫുള്ള് അടി. മൂക്കിന് ഇന്ത്യ കമ്പിക്കാരൻ മൂക്കിന് ചുവപ്പ് കളറിക്കാരൻ, ബ്ലഷ് ഇട്ടല്ല, ഓളടുത്തുനിന്ന് കുത്ത് കിട്ടിയത്. അപ്പൊ എന്താ ഇവിടെ ഒരേ കോളേജ് ഒരേ ക്ലാസ്, കറക്റ്റ് പ്രായമുള്ള ഫാമിലി. ഇതിന്റെ ഒരു മാറ്റം ഉണ്ടാവും, ഒരു അനുസരണയും ബഹുമാനക്കുറവൊക്കെ ഉണ്ടാവും. ഇത് പിന്നെ ഞങ്ങൾ ചോദിക്കാൻ കാരണം ഭാര്യയും ഭർത്താവാണ് അറിഞ്ഞിട്ട് ഒരുപാട് പേര് ഞാനാണ് ചോദിക്കുന്നുണ്ട്. അതെന്താ വെച്ചാല് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് നിങ്ങളെ മാനസികപരമായിട്ട് തളർത്തുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ തന്നെ ഇതൊരു വീഡിയോയില് ചോദ്യമായിട്ട് ചോദിക്കുമ്പോ അവിടെ തളരുന്നത് അവരാണ്. അത്ര കേട്ടാ പോരെ? നമ്മൾ മറ്റൊരാളോട് ചോദിക്കേ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു 3 ദിവസത്തെ എക്സ്പീരിയൻസ് ഇവിടെ? കുറച്ചും കൊടുക്കോ അവിടെ വിളിച്ച. അപ്പൊ എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, റജിലേ ഇങ്ങോട്ട് ആയില്ല, ഷെമി ആയില്ല. ഷെമി ഒരു മിനിറ്റ്. ആ ചോദിച്ചോ. നിങ്ങൾ എന്താ തോന്നിയ? നിങ്ങൾ ആ സമയത്ത് എന്താണ് നിങ്ങളെ മൈൻഡിൽ വന്ന കാര്യം? വീഡിയോ കണ്ടുകണോ? അപ്പൊ എന്താ നേരം? ഓക്കെ. അപ്പൊ എന്താ മനസ്സിലായി. ഞാൻ കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്സ് ഇട്ടില്ലേ, ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്റെ മുഖം കണ്ട ആർക്കും മനസ്സിലാവും റിയൽ ആണെന്ന്. അങ്ങനെ ഉണ്ടല്ലോ, അത്രയും ഹാപ്പി എനിക്കുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ഞാൻ എന്റെ മുഖം കണ്ടത്. അതില്ല, നല്ലൊരു അഭിനേതാവാണ്, അത് റിയലായിരുന്നു. നല്ലൊരു അഭിനേതാവാണ്, പക്ഷെ അത് റിയലാണ്. നമുക്ക് ഉണ്ടാകുന്ന അതേ ഫീലിങ്സ് നമുക്ക്. പിന്നെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഞാനും ഷെമിയും ഇങ്ങനെ കല്യാണം കഴിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ്. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇവല് എന്താണ് ഇവർക്ക് അങ്ങനെയൊക്കെ അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ആ കാര്യം? അതായത് ഇത് ഇതില് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇപ്പൊ നമ്മക്കായാലും നെഗറ്റീവ്, എല്ലാവർക്കായാലും അതല്ല, നെഗറ്റീവിന്റെ അല്ല. നിങ്ങൾ ആ സമയത്ത് മനസ്സിനാണ്, അതത്ര ഞാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് തോലെ അത്ര ഹാപ്പിയാണ്. നമ്മളിപ്പോ കാണില്ലേ എത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾ എന്നുള്ളത്. അത് തന്നെയാണ് വലിയ കാര്യം. നമ്മളൊക്കെ കുറെ ജീവിക്കാന്നല്ലല്ലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് അല്ലാണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നില്ല? അമ്മയും മോനും ആണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അങ്ങനെ തോന്നില്ല? ലെവൽക്ക് എന്താ പ്രാന്താണ്? അപ്പോഴാണ് എനിക്ക് ആ കണ്ടന്റിന്റെ ഓർമ്മ. അങ്ങനെയല്ല, നമ്മളെന്താ വെച്ചാ നമ്മള് റൊമാൻറ്റിക് ഒക്കെ കണ്ടു. പക്ഷെ നിങ്ങൾ റീൽ എടുക്കുമ്പോഴും ആ കാണിക്കുന്ന എഫേർട്ടും ഞാൻ കുട്ടിയെ നോക്കി നടക്കല്ല. പക്ഷെ നിങ്ങള് ഭയങ്കര പോസിറ്റീവ് രണ്ടാണ്. അത് ഇപ്പോഴായിട്ടല്ല, ഒന്നും കൂടി കളിയാക്കല്ലേ നോക്കിയോല് നല്ല കെയർ ഞാൻ കയറിയില്ലേ?
ടി ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇപ്പൊ കണ്ടത്. അപ്പൊ ഇതെന്താ വിഷയം നോക്കണമെങ്കിൽ ഇവരുടെ ചാനലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ ചാനലിനകത്ത് ഇവർ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അതായത് ഇവര് ഭാര്യയും ഭർത്താവാണെന്ന് നമുക്ക് തോന്നിയില്ല. കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ആർക്കായാലും തോന്നുന്നതെന്ന് പറഞ്ഞാൽ അമ്മയും മോനും ആണെന്നുള്ള രീതിക്കാണ് തോന്നുക. ഫസ്റ്റ് കാണുമ്പോഴുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കാണുമ്പോൾ അമ്മയും മോനുമാണ്, അപ്പൊ അങ്ങനത്തെ ഒരു രീതിക്കായിരിക്കാം നമുക്ക് തോന്നുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇവരുടെ ആ ഒരു ഇത് കണ്ടത്. പിന്നെയാണ് നോക്കുമ്പോഴത്തേക്ക് ഇവര് ഭാര്യയും ഭർത്താവാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വിഷയമൊന്നുമില്ല. പിന്നെ ഭാര്യ ഭർത്താവാണോ, ഓക്കെ, പിന്നെ അത് അവര് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമുക്കും എന്താണ് വിഷയം, അവർക്കും വിഷയമില്ല. കാര്യം ഇവര് തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട് അല്ല. അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു സമയത്തേക്ക് എല്ലാവരും അങ്ങ് വിട്ട്, ഇവര് അമ്മയും മോനും ആണ് ആ ഒരു തോട്ടം എല്ലാവരും വിട്ട് എല്ലാവരും ഭാര്യയും ഭർത്താവാണെന്നുള്ള രീതിക്ക് തന്നെ കാണുന്നത്. അപ്പൊ ആ ഒരു സാധനമൊക്കെ സൈഡായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇപ്പൊ ഇവർക്ക് റീച്ച് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നെന്ന് തോന്നിയപ്പോഴാണ് ഇവർക്ക് ഒരു ഐഡിയ കിട്ടിയത്. ആ ഒരു ടോപ്പിക്ക് പിന്നെ അങ്ങ് കുത്തിപ്പൊക്കാം. അതായത് അമ്മയും മോനും ആണെന്നുള്ള സാധനം പിന്നെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി പിന്നെയും ഒരു വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടായിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. അതായത് ഒരു മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചു കിടക്കണാണ് എല്ലാവരുടെ അടുത്തും, ഞങ്ങളെ കണ്ടിട്ട് അമ്മയും മോനുമായിട്ട് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ, ആദ്യം കണ്ടപ്പോഴത്തേക്കും തോന്നിയായിരുന്നോ എന്ന് പറഞ്ഞ് ചോദിച്ചു കിടക്കണാണ്. ചോദിച്ചു കിടക്കുമ്പോഴത്തേക്ക് കാണുന്നവരൊക്കെ ഇവരെ, അതായത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞാലും ഇവര് പിന്നെയും കുത്തി ചോദിക്കണേ. എന്നാലും അങ്ങനെയല്ല, നിങ്ങൾ ഞങ്ങൾ വിഷമിക്കൂന്നൊന്നും വിചാരിക്കണം, നിങ്ങൾ പറഞ്ഞോ, എന്നാലും ഞങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിനകത്ത് ഇവർ പിന്നെയാണ് ചോദിച്ചിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് അമ്മയും മോനുമാണെന്ന് പറയുന്നത് ഇഷ്ടമെന്ന് തോന്നുന്നു. അപ്പൊ ഇനി എല്ലാവരും നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ ഇവര് ഭാര്യയും ഭർത്താവായിട്ട് കാണുന്നതിലും അവർക്ക് ഇഷ്ടം അമ്മയും മോനായിട്ട് കാണാനാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങളോടൊക്കെ ഇവർ പറഞ്ഞാൽ ഇനി എങ്ങനെ ചോദിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു പബ്ലിക് റിയാക്ഷൻ ഒക്കെ ആയിട്ട് വന്നതൊക്കെ വരും. അപ്പൊ അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങളിപ്പോ പറഞ്ഞേക്കണം, നിങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അമ്മയും മോനായിട്ട് തോന്നി. നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങളങ്ങ് പറഞ്ഞേക്കണം. കാര്യം അവരുടെ ഒരു സന്തോഷമല്ലേ, അവരുടെ സന്തോഷം നോക്കിയപ്പോ നമ്മള്. അപ്പൊ എന്തിനാ വെറുതെ നമ്മൾ ഇതൊക്കെ നോക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ഇവര് അത്രയും ഏജ് ഡിഫറൻസ് ഉള്ളതൊന്നും എനിക്ക് വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഇപ്പൊ നമുക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവം അത് ശരിക്കും ഉള്ളതാണ്. അപ്പൊ ഇവരിപ്പോ അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ശ്രമിക്കല് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. അപ്പൊ എനിക്ക് അത്രയാണ് ഇത് കണ്ടപ്പോഴത്തേക്കും തോന്നി. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോ 6K അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.